മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിൽ മുളക്, മഞ്ഞൾ, തേങ്ങ, ചെറിയുള്ളി, പിന്നെ ജീരകം, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ആട്ടിയതാണ് കേട്ടോ. അത് നമുക്ക് ഇതായി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സി കഴിഞ്ഞിട്ട് ലേശം കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ തട്ടാ നമ്മളെ കറിയൊക്കെ ശരിയാക്കി അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ബിസ്മില്ലാഹിർ തീ കത്തിച്ചു. ഇതിൽ ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചരക്കാൻ നേരം ലേശം ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വേഗട്ടെ കേട്ടോ. പറഞ്ഞാൽ എല്ലാം ഇട്ടുകൊണ്ട് അടിച്ച് വെച്ചതാണ്. നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. എല്ലാം തിളച്ച് റെഡി ആയിട്ട് കഴിഞ്ഞ് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. മീൻ കലുവക്കോരാട്ടോ കിട്ടിയത്. കലുവക്കോരാണ് ഇതാ ഈ കോര കിട്ടിയത്. കലുവക്കോര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ചിട്ടൊന്നുമില്ല, ചെറിയ കലുവക്കോരാണ്, അധികം വലുപ്പമൊന്നും ഇല്ലാത്തതാണ്. ഇതിൽ കിടന്നിട്ടൊന്ന് നല്ലോണം അത് വേവട്ടോ. വേറെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഉണ്ടോ? കലുവക്കോര അധികം വലുപ്പമൊന്നും ഇല്ലാത്തതാണ്. വേവട്ടെ. മീനൊക്കെ ഇതാ നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. കലുവക്കോരാന്ന് അറിയട്ടെ, ഞങ്ങളിതിന് കലുവക്കോരാന്നാണ് പറയുക. ഞങ്ങളെന്താ പറയുക അറിയില്ല. കലുവക്കോര അറിയും ഞങ്ങൾ. നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. ഇതാ കുറച്ച് കരിവേപ്പില ഇട്ടെടുത്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.